ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. അധ്യായം 2. കർമ്മം നല്ലതും ചീത്തയും. ചോദ്യം: ജനങ്ങൾ പ്രധാനമായും അവരുടെ ദുഷ്കർമ്മങ്ങൾ മൂലം ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് നാം മോശമായി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത്? ചിലർക്ക് വളരെയധികം ധനമുണ്ട്, ജന്മനാ ധനികരായവർ. അവർക്ക് പണം സമ്പാദിക്കാനായി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് മറ്റു പലർക്കും തങ്ങളുടെ ഏറ്റവും മിതമായ ആവശ്യങ്ങൾ നിറവേറ്റാനായി പോലും കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. അതുപോലെ ചിലർക്ക് നല്ല ജീവിത പങ്കാളിയെയും കുട്ടികളെയും തൊഴിലും പേരും പ്രശംസയും കിട്ടുന്നു. അതേസമയം മറ്റു പലരും ഹതഭാഗ്യരാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഉത്തരം: ജനങ്ങൾ ക്ലേശം അനുഭവിക്കുന്നത് അവരുടെ അജ്ഞത കൊണ്ടാണ്. ക്ലേശ അനുഭവം എന്നാൽ അജ്ഞത, വേദന അനുഭവം കർമ്മമാണ്. അതുകൊണ്ട് ക്ലേശ അനുഭവം അവബോധത്തിൻ്റെ അഭാവമാണ്. കർമ്മത്തിൽ നല്ലതും ചീത്തയുമില്ല. കർമ്മം എന്ന ഒന്നേ ഉള്ളൂ. മനസ്സ്, ബുദ്ധി മുതലായ നമ്മുടെ പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ച് നാം അവയെ തരംതിരിക്കുന്നു. സാമൂഹിക, ശിക്ഷണ, രാഷ്ട്രീയ വ്യവസ്ഥകളും അതിനെ സ്വാധീനിക്കുന്നു. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംഭവങ്ങളും അനുഭവങ്ങൾ മാത്രമാണ്. തരംതിരിക്കൽ ഇല്ല. എല്ലാ വിവേചനങ്ങളും മനസ്സിൻ്റെ തലത്തിലാണ് നടക്കുന്നത്, ബോധമനസ്സിൻ്റെ തലത്തിൽ മാത്രം. ഇന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ട മനസ്സ് വളരെയധികം വിവരങ്ങൾ കടഞ്ഞെടുത്ത് ശേഖരിക്കുന്നു എന്ന് അറിയുക. സാധാരണയായി ബോധമനസ്സ് കിട്ടുന്ന വിവരങ്ങൾ വകതിരിക്കുന്നില്ല. നാം എല്ലാത്തിൽ നിന്നും എല്ലാ ഇന്ദ്രിയങ്ങൾ വഴിയും വസ്തുതകൾ ശേഖരിച്ച് ആ അവ്യക്ത ബോധം ഉപബോധ മനസ്സിൽ നിക്ഷേപിക്കുന്നു. അതൊരു വലിയ വിവരസഞ്ചയമാണ്. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ജന്മങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അതിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ വിസ്തൃതി വളരെ വലുതാണ്. അത് വിവരങ്ങൾ വിവേചിക്കാതെ സംഭരിക്കും. അത് എത്ര കൂടുതൽ ആഴത്തിൽ അവശേഷിക്കുന്നുവോ അതിന് കർമ്മം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു അനുഭവം ആയിത്തീരാൻ അത്ര കൂടുതൽ എളുപ്പമാണ്. അതുകൊണ്ട് നാം ലോകത്തിൽ പലതും അനുഭവിക്കുമ്പോൾ വേർതിരിച്ചറിയാത്ത ഉപബോധം അതിനെ യഥാർത്ഥമായി അഥവാ സൂക്ഷിച്ചു വയ്ക്കാനോ അനുഭവിക്കാനോ നിങ്ങൾ ആഗ്രഹിച്ച ഒന്നായി കരുതി ഭാവിയിൽ അതുപോലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി ഒരു അവശിഷ്ടം സൂക്ഷിക്കുന്നു. അവിടെ ശിക്ഷകൾ ഇല്ല. ഉപബോധത്തിലൂടെ നിങ്ങൾ അനുഭവിക്കുവാൻ തീരുമാനിച്ചത് മാത്രമാണ് അത്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ഭാണ്ഡത്തിൽ എന്താണ് ഉള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. കുട്ടികളും വ്യക്തിപരമായ കർമ്മങ്ങളുള്ള വ്യതിരിക്തങ്ങളായ ആത്മാക്കളാണ്. നിങ്ങളുടെ ഉടമസ്ഥതാബോധം നിങ്ങൾ ഈ ശരീരത്തിൽ ജീവിക്കുന്ന കാലത്തോളമേയുള്ളൂ. നിങ്ങൾ വസ്തുനിഷ്ഠതയോടെയും അവബോധത്തോടെയും എത്രമാത്രം കർമ്മങ്ങൾ ചെയ്തു തീർക്കുന്നുവോ അത്രയും സങ്കീർണതകൾ കുറയും. കുഴക്കുന്ന വിവരങ്ങൾ ഉപബോധത്തിന് നൽകിയാൽ കുഴക്കുന്ന പരിണതഫലങ്ങൾ ഉണ്ടാകും. എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതും നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രകൃതിയായി സാക്ഷിഭാവം സ്വീകരിക്കുന്നതും നിങ്ങളുടെ വേദനയിൽ നിന്ന് പീഡാനുഭവം എടുത്തുമാറ്റും. ഭഗവാൻ രമണ മഹർഷി അർബുദരോഗിയായിരുന്നു. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, അങ്ങേക്ക് വേദനയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വേദനയുണ്ട്, ക്ലേശമില്ല. ഇതാണ് സാക്ഷിഭാവം. നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, അല്ലാതെ ആഗ്രഹമുള്ളതല്ല കിട്ടുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണ്. പെരുമാറ്റം ശരിയായതും തെറ്റായതും. ചോദ്യം: നമ്മൾ ഒരാളോട് മോശമായി പെരുമാറുമ്പോൾ നമ്മുടെ ദുഷ്കർമ്മം വർദ്ധിക്കുന്നു. എന്നാൽ എന്തുതരം പെരുമാറ്റമാണ് തെറ്റായത് എന്ന് എങ്ങനെ നിർണ്ണയിക്കും? ഉദാഹരണത്തിന്, ഞാനൊരു കമ്പനിയുടെ മാനേജർ ആണെങ്കിൽ എനിക്ക് ജോലി നിർവിഘ്നം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ പ്രക്രിയയിൽ ശരിക്ക് ജോലി ചെയ്യാത്ത ചിലരെ എനിക്ക് ശകാരിക്കേണ്ടി വന്നേക്കാം, ഇടയ്ക്കിടെ ശാസിക്കേണ്ടി വന്നേക്കാം. അതുപോലെ എനിക്ക് അലസയും പലതവണ പറഞ്ഞു കൊടുത്തിട്ടും ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവളുമായ ഒരു വീട്ടുവേലക്കാരി ഉണ്ടാകാം. അവളെ ശാസിക്കേണ്ടി വരും. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് ന്യായീകരിക്കാൻ പലരുമായും ധാരാളം വാദപ്രതിവാദങ്ങൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെയുള്ള പെരുമാറ്റം മോശമായ കർമ്മമായി കരുതപ്പെടുമോ? ഉത്തരം: കർമ്മം ചിന്തയിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഊർജത്തിൻ്റെ 3 പ്രവർത്തന തലങ്ങളാണ് അവ. ഊർജം ചിന്തയിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് വെളിപ്പെടുന്നത്.
ഒന്നും ശരിയുമല്ല, തെറ്റുമല്ല. അവ വളരെയധികം ആപേക്ഷികമാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ഹൃദയചക്രത്തെ വികസിപ്പിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. അതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ നിന്ന് എന്ത് അനുഭവമാണ് ആഗ്രഹിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ സ്നേഹം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്ഥിരമായി സ്നേഹം പ്രകടിപ്പിക്കണം. ലോകം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ കാണുവാൻ തീരുമാനിക്കുന്നത് കാണുന്നു. നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാം, അല്ലെങ്കിൽ നഗ്നനായി നിൽക്കാം. അത് നിങ്ങളുടെ സ്വതന്ത്രമായ ഇഷ്ടമാണ്. സംഘടിതമായ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ജാഗ്രതയോടെ ഇരിക്കുക. ഒന്നും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കരുത്. കോപം അഭിനയമാണെങ്കിൽ അത് നിങ്ങളുടെ ശക്തിയാണ്. അഹംഭാവം ഒരു വാദമുഖം തെളിയിക്കാനായി നടിച്ചതാണെങ്കിൽ അത് നിങ്ങളുടെ ശക്തിയാണ്. അത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടുകയില്ല. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കോപമോ അഹംഭാവമോ തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ദൗർബല്യമാണ്. നിങ്ങൾക്ക് ദൗർബല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ വളരെയേറെ സ്വാധീനിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ കഴിയും. പ്രതീക്ഷകളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരിൽ നിങ്ങൾക്കുള്ള പ്രതീക്ഷകൾ നിങ്ങളിൽ നിഷേധാത്മകതകൾ ഉണ്ടാക്കുന്നു. മറ്റേയാൾ തൻ്റെ കർമ്മം പ്രവർത്തിച്ചു തീർക്കുകയാണെന്നും അത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് യോജിച്ചതായി കൊള്ളണമെന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. വികാരങ്ങൾ കൂടാതെ തികഞ്ഞ സാക്ഷീബോധത്തോടെ അഥവാ വസ്തുനിഷ്ഠതയോടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ കർമ്മത്തെ ഉണ്ടാക്കുന്നില്ല. കാറിൻ്റെ കാര്യത്തിൽ പെട്രോളിൻ്റെ ചുമതല പോലെ. പെട്രോൾ തൻ്റെ ജോലി കൃത്യമായി നിറവേറ്റുന്നു, എന്നാൽ നിങ്ങളുടെ യാത്രയെ അത് സ്വാധീനിക്കുന്നില്ല. ഇതുതന്നെയാണ് ആത്മാവ് ചെയ്യുന്നതും. അതുകൊണ്ട് ചീത്ത കർമ്മങ്ങൾ ഇല്ല, പലതരത്തിലുള്ള അനുഭവങ്ങൾ മാത്രമേയുള്ളൂ. കർമ്മം പഴയതും പുതിയതും. ചോദ്യം: ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം പുതിയ കർമ്മങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണോ പഴയ കർമ്മങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഉത്തരം: അറിയാൻ വളരെ പ്രയാസമാണ്. ഒരു ജന്മമെടുക്കുവാൻ കാരണമായ കർമ്മങ്ങൾ ജീവിതഗതിയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഫലീകരണവും കണ്ടെത്തും. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ശരീരമെടുക്കുമ്പോൾ ലക്ഷോപലക്ഷം പരിവർത്തനങ്ങളിൽ നിന്നും സങ്കലനങ്ങളിൽ നിന്നും വേണ്ടത് തിരഞ്ഞെടുക്കുന്നു. നാം ഭക്ഷണത്തിന് വിഭവങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ആത്മാവ് ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ആത്മാവ് അത് ചുമക്കുന്ന കർമ്മങ്ങളുടെ ചുമടിറക്കാൻ അനുയോജ്യമായ ഒരു വേദിയിലേക്ക് സ്വയം പ്രേരിതമായി സഞ്ചരിക്കുന്നു. അത് നിറവേറ്റുവാൻ അനുയോജ്യമായ ഒരു സ്ഥലവും സമയവും യോജിച്ച ഒരു ശരീരവും കണ്ടെത്തുന്നു. മരണസമയത്ത് പൂർത്തീകരിക്കപ്പെടാതെ ബാക്കിയായ കർമ്മങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് നീക്കിവെക്കപ്പെടുന്നു. മുജ്ജന്മങ്ങളിൽ നിന്നുള്ള പ്രാരാബ്ധ കർമ്മങ്ങളും പുതുതായി ആർജിക്കപ്പെടുന്ന ആഗമ്യ കർമ്മങ്ങളും പാലും വെള്ളവും പോലെ ഒന്നായി ചേരുന്നു. അവയെ വേർതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വർഗവാസിയായ പരമഹംസം വെള്ളം ചേർന്ന പാലിൽ നിന്ന് പാൽ മാത്രം കുടിക്കുന്നത് പോലെ വിവേകമുള്ളവൻ വളരെയധികം പുതിയ കർമ്മങ്ങൾ സഞ്ചയിക്കുന്നതിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നു. കർമ്മങ്ങൾ വാസനകൾക്ക് കാരണമാകുന്നു. വാസനകൾ ചിന്തകൾക്ക് കാരണമാകുന്നു. ചിന്തകൾ വാക്കുകൾക്ക് കാരണമാകുന്നു. വാക്കുകൾ പ്രവൃത്തിക്ക് കാരണമാകുന്നു. ഇതാണ് പ്രവൃത്തിയുടെ കാലാനുക്രമം. ഇന്ദ്രിയങ്ങൾ അച്ചടക്കത്തിന് വിധേയമായിരിക്കുമ്പോൾ, അവ അനാസക്തമായിരിക്കുമ്പോൾ അഥവാ ഇന്ദ്രിയ വസ്തുക്കൾക്ക് പിറകെ പോകാതിരിക്കുമ്പോൾ, മനസ്സ് എല്ലായ്പ്പോഴും ഏറ്റവും സജീവമായ ഇന്ദ്രിയത്തോടൊപ്പം നിൽക്കുമ്പോൾ, പൂർണ്ണമായും വർത്തമാനകാലത്തിൽ വേരൂന്നിയതാകുമ്പോൾ കർമ്മവർധന ഏറ്റവും കുറഞ്ഞതായിരിക്കും. നാവ് ജോലിയിൽ വ്യാപൃതമായിരിക്കുമ്പോൾ, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ, മനസ്സ് പൂർണ്ണമായും നാവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ വർത്തമാനകാലത്തിൽ സ്ഥിതി ചെയ്യും. നിങ്ങൾ പൂർണ്ണബോധത്തിൽ ആയിരിക്കും. ഈ സ്ഥിതി ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബോധമില്ലായ്മ അപ്രത്യക്ഷമാകുന്നു. ബോധം വേരുറയ്ക്കുന്നു. ജനങ്ങൾ വർത്തമാനകാലത്തിൽ ഉറച്ചു നിൽക്കുന്നു. ബോധാവസ്ഥ ബോധപൂർവമുള്ള അവബോധത്തിലേക്ക് നയിക്കുന്നു, പരമാനന്ദത്തിലേക്ക്, തുരീയ അവസ്ഥയിലേക്ക്. ചുരുക്കത്തിൽ, കൂടെ കൊണ്ടുവന്ന കർമ്മങ്ങളും അന്നന്ന് സമ്പാദിക്കുന്ന കർമ്മങ്ങളും വേർതിരിക്കുവാൻ എളുപ്പമല്ല. കർമ്മം ചിന്തയിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സംഭവിക്കുന്നതുകൊണ്ട് ഇത് പ്രത്യേകിച്ചും ശരിയാണ്. അതുകൊണ്ട് നിഷ്ക്രിയനായ ഒരാൾ പോലും ഓരോ നിമിഷവും കർമ്മത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജയ് മോഹൻജി. താങ്ക് യു.